നമസ്കാരം, ചെങ്ങന്നൂർ ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല അയ്യപ്പ സേവാ സമാജം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ സേവന കേന്ദ്രത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിക്ക് സമാജം സംസ്ഥാന അധ്യക്ഷൻ അക്കീരമൻ കാളിദാസ ഭട്ടതിരിപ്പാട് നിർവഹിച്ചു. ശബരിമല തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും കേന്ദ്രത്തിലൂടെ ലഭ്യമാണ്. പ്രമുഖ ആശുപത്രികളിലെ വിദഗ്ധന്മാരുടെ സേവനം ലഭ്യമായിരിക്കും. സൗജന്യ ചുക്കുകാപ്പി വിതരണവും അന്നദാനവും ഉണ്ടായിരിക്കും. ചടങ്ങിൽ സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജയൻ ചെറുവള്ളിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് പാണ്ടനാട് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ നിന്ന് ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തർക്കല്ല, ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേന്ദ്ര ഗവൺമെന്റ് ശബരിമലയുടെ പ്രവേശനവാടമായി പ്രഖ്യാപിച്ചിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. കർണാടകം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ് എന്നുവേണ്ട ഇന്ത്യയിലെ ഏതു ഭാഗത്തു നിന്നും തീവണ്ടി മാർഗം എത്തുന്ന അയ്യപ്പന്മാര് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിച്ചേരുന്നത്. അവർക്ക് ഇവിടെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ഞങ്ങൾ ചെയ്യുന്നത് ചെറിയ കാര്യമാണ്, വലിയ കാര്യമാണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ അനുഗ്രഹമാകാറുണ്ട്. ശബരിമല 18-ാം പടി ഭക്തർ പരിഭാവനമായി കരുതുന്നതാണെന്നും അത് ഫോട്ടോഷൂട്ടിനുള്ള സ്ഥലമല്ലെന്നും ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അയ്യൻകാളിയും ശങ്കരാചാര്യരും ജാതിക്ക് വേണ്ടിയല്ല സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണെന്നും അയ്യപ്പ സേവാ സമാജം സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൻ കാളിദാസ ഭട്ടതിരിപ്പാട് അഭിപ്രായപ്പെട്ടു. സത്യം പറയാം, ഞാൻ കള്ളം പറയല്ല. അയ്യപ്പന് നായരെന്നോ നമ്പൂതിരിയെന്നോ ഈഴവനെന്നോ ഒന്നുമില്ല, നമ്മളെല്ലാം ഒന്നാണ്. നമ്മളാണ് ഈ പണിയൊക്കെ കാണിച്ചു വെച്ചത്. കുറെ ആൾക്കാരെ ഓരോ ഇതിന്റെ ദേവന്മാരാക്കി, ഒക്കെ ഓരോ ജാതിയുടെ ആളാക്കി. ഇപ്പം പറയും, എല്ലാ മീറ്റിംഗും പറയും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയും ഗുരുദേവൻ ഈഴവനല്ല, ചട്ടമ്പിസ്വാമി നായരല്ല, ശങ്കരാചാര്യസ്വാമി നമ്പൂതിരിയേ അല്ല. നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കുക. ഇത് അയ്യങ്കാളിയൊന്നും KPMS അല്ല. അതൊക്കെ നമ്മുടെ മനസ്സിൽ അങ്ങോട്ട് ഉറയ്ക്കണം. ഹിന്ദുവിന്റെ വികാരമായിട്ട് ഇതിനെല്ലാം കാണണം. ശബരിമല പോലെ ഒരു സങ്കല്പം താഴേക്ക് പോകാൻ പാടില്ല. അവിടെ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പൊ 18-ാം പടിയുടെ നിറഞ്ഞു നിൽക്കുന്ന കണ്ടില്ലേ ഫോട്ടോ? ഇതൊക്കെ അവിടുത്തെ അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളെ കുറിച്ച് നല്ല ബോധമില്ലാത്തതുകൊണ്ട് കാണിക്കുന്ന. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ 41 ദിവസത്തെ വ്രതശുദ്ധിയൊക്കെ വെറുതെ പ്രസംഗിക്കാനുള്ളതല്ല. ഹിന്ദുക്കളുടെ ഭവനങ്ങളിലൊക്കെ അത് 41 ദിവസം വെജിറ്റേറിയൻ ആവണം. 18 പടി എന്നൊക്കെ പറഞ്ഞാൽ കണ്ടില്ലേ, നിരന്ന് നിന്ന് ഫോട്ടോഷൂട്ട് നടത്തിയെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ കണ്ടതല്ലേ? 18 പടി എന്ന് പറഞ്ഞാൽ എത്ര വലിയ സങ്കല്പമാണ്. ശബരിമലയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സങ്കല്പമല്ലേ അത്? അത് കടന്ന് മേളിച്ചെന്നാലേ ഞാനും നീ ഒരുപോലെ എന്ന് പറയുന്നുള്ളൂ, അയ്യപ്പൻ പറയുന്നത്. ഈ 18 പടിയായിട്ടുള്ള അഷ്ടരാഗങ്ങളോ പഞ്ചതത്വങ്ങളോ ത്രിഗുണങ്ങളോ വിദ്യ അവിദ്യ എന്നൊക്കെ പറഞ്ഞ ഈ സ്വഭാവശുദ്ധിക്ക് വേണ്ടിയുള്ള പടികളായി. ഈ പടികളിൽ കയറി നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യാനുള്ള സ്ഥലമല്ല അത്. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, നല്ല നിലവാരത്തോടു കൂടി നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ പാകമാക്കി പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് ഓരോ അയ്യപ്പന്മാർക്കും ഉണ്ടാവണം. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സമാജത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള സേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജയൻ ചെറുവള്ളിൽ മുഖ്യപ്രഭാഷണം നടത്തി. കഴിഞ്ഞ ഒരു തീർത്ഥാടന കാലത്ത് അയ്യപ്പന്മാർക്ക് വളരെയധികം വേണ്ട കരുതൽ കൊടുത്ത ഒരു അന്നദാന കേന്ദ്രവും ഇന്റർനാഷണൽ സെന്ററുമാണ് ചെങ്ങന്നൂര്. അതേപോലെ തന്നെ അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമായ ഒരു സെന്ററാണ് ഈ ചെങ്ങന്നൂർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇത്തവണത്തെ പ്രവർത്തന ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. ജില്ലാ ജനറൽ സെക്രട്ടറി സുരേഷ് കുമാർ അബീരേത്ത് സ്വാഗതം ആശംസിച്ചു. സുരേഷ് കുമാർ കായംകുളം, വിജയകുമാർ തിരുവൻവണ്ടൂർ, EK രാമചന്ദ്രൻ, വിജയൻപിള്ള പുലിയൂർ എന്നിവരും പ്രസംഗിച്ചു.